then cooling towers, then refrigerant leakages and detection parts, then charging of refrigerant switching components. Actually, leakage detection and ലീക്കേജ് ഡിറ്റക്ഷനും ചാർജിങ് എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു 4-5 ദിവസം കൊണ്ട് തീരുന്ന കാര്യങ്ങളുള്ളൂ. വളരെ സിമ്പിൾ ടോപ്പിക് ആണ് ഇത്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഇനി എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം അടുപ്പിച്ചുള്ള ക്ലാസ് നമുക്ക് ഡിസംബർ 10th. അപ്പം മൺഡേ നിങ്ങൾക്ക് 3rd അവർ ഞാനാണ് ഇപ്പൊ ഇനി മുതൽ വരുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം വിട്ടിട്ട് ഷെഡ്യൂൾ പ്രകാരം മൺഡേ എന്റെ ക്ലാസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി മുതൽ ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ വരാനും നോക്കുക. Okay, where we have to use this refrigeration and application. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിനകത്ത് റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഒന്ന് ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. കാര്യം എന്താണ്, എവിടെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്, ആ ആപ്ലിക്കേഷൻസിനെ എടുത്ത് അതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് വരുന്ന സിസ്റ്റംസ് എന്താണ്, അങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്ന സാധനമാണ് റെഫ്രിജറേറ്റർ. അത് വരുന്നത് ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ ആണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത്. ദെൻ വാട്ടർ കൂളേഴ്സ്, ഐസ് പ്ലാന്റ്സ്, ഫുഡ് പ്രിസർവേഷൻ, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആപ്ലിക്കേഷൻ വയ്ക്കുക. ചിലപ്പം ഇത് ആപ്ലിക്കേഷൻ എന്ന് മോഡ്യൂൾ ബേസ് ആണ് നോക്കാം. നിങ്ങൾ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ ഏത് മോഡ്യൂളിലാണ് ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്നത് അതിനെ ബേസ്. ഫസ്റ്റ് മോഡ്യൂളിലാണ് ആപ്ലിക്കേഷൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. 4th മോഡ്യൂളിലാണ് നിങ്ങളുടെ അടുത്ത് ആപ്ലിക്കേഷൻ ചോദിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്പെസിഫൈ ചെയ്യും. കാര്യം സ്കീം വരുന്ന ആ രീതിയിലായിരിക്കും. അപ്പോൾ രണ്ടിടത്തും ഒരേപോലെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പാടില്ല. ഡൊമസ്റ്റിക് റെഫ്രിജറേഷനും വാട്ടർ കൂളറും ഒക്കെ സ്പെസിഫൈ ചെയ്ത് വേണം. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കും ഓരോന്നിനെ പറ്റി. ഓക്കെ, so domestic refrigerators. So primary aim of a refrigerator is to preserve the food. Storage temperature is from 0 to 4 degrees Celsius. Deep freezer temperature is also kept below freezing point. These are the general aspects ആണ് കേട്ടോ. ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ്റെ ജനറൽ ആസ്പെക്ട്സ് ആണ് ഞാൻ പറയുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം വേപ്പർ കംപ്രഷൻ സൈക്കിൾ ആണ് ഇത് നോർമലി യൂസ് ചെയ്ത് വരുന്നത്. യൂസിങ് റെഫ്രിജറൻസ് എന്ന് പറയുന്നത് R134, R12, R22 ഒക്കെയാണ്. ഇനി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഫ്രിജറൻസ് വരുന്ന മോഡേൺ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. മോഡേൺ ടൈപ്പ് ആയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ റെഫ്രിജറേറ്ററിന്റെ സൈസും കപ്പാസിറ്റിയൊക്കെ സ്പെസിഫൈഡ് ബൈ ദ സ്റ്റോറേജ് വോളിയം ആണ്. ഇതിന്റെ പറ്റിയൊക്കെ നമ്മൾ IMEയിൽ ഓൾറെഡി ഫസ്റ്റ് റെഫ്രിജറേറ്ററിന്റെ സൈസും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർ റേറ്റിംഗ് ഒക്കെ പറയുന്ന സ്ഥലത്ത് അത് പഠിച്ചിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന കംപ്രസർ എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 75 to 370 watt ആണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ ജനറൽ ആസ്പെക്ട്സുകളാണ്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ വി ഹാവ് ദ കംപ്രസർ. നമുക്കറിയാം ഓരോ റെഫ്രിജറേറ്റർ, നമ്മൾ റെഫ്രിജറേറ്ററിനെ കണ്ടിട്ടുണ്ട്. റെഫ്രിജറേറ്ററിന്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് IMEയിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സോ യു ഹാവ് ദ കംപ്രസർ വിച്ച് ഈസ് മൗണ്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റെഫ്രിജറേറ്റർ ഫ്രെയിം. ഇതിപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. കംപ്രസർ എന്ന് പറയുന്ന സാധനം നമ്മൾ റെഫ്രിജറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബോട്ടം സൈഡ് ആയിരിക്കും എപ്പോഴും കംപ്രസർ പ്ലേസ് ചെയ്യുന്നത്. റിസപ്ഷൻ ഡിസ്ചാർജും അവിടെയാണ് നടക്കുന്നത്. കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബാക്ക് ഓഫ് ദ ക്യാബിൻ ആയിരിക്കും എപ്പോഴും, പുട്ട് ബാക്ക് ക്യാബിൻ. സോ ഓൾമോസ്റ്റ് ഒരു 40 to 60 mm away from the cabinet ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഫോർ ദ നാച്ചുറൽ വേ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. എയർ ആണ് നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ട്രാൻസ്ഫർ മീഡിയം എന്ന് പറയുന്നത്. കണ്ടൻസർ എന്ന് പറയുന്നത് മിക്കവാറും ഷാസിസ് ടൈപ്പ് ആയിരിക്കും, ഓർ ട്യൂബ് ടൈപ്പ് ആർ വയർ ടൈപ്പ് ആയിരിക്കും. ഈ 3 ടൈപ്പ് ആയിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന കണ്ടൻസർ പാർട്ടുകൾ എന്ന് പറയുന്നത്. ഷാസിസ് ടൈപ്പ്, ട്യൂബ് ടൈപ്പ് അല്ലെങ്കിൽ വയർ ടൈപ്പ്. ഇതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഈ മോഡലിൽ തന്നെ കമ്പോണൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് സ്പെസിഫൈ പഠിക്കും. ഓക്കെ, ഷാസിസ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടൻസർ ട്യൂബ്സ് മൗണ്ടഡ് ഓൺ ദ മെറ്റൽ ഷീറ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഈ ഒരു കണ്ടൻസറിനെ സെപ്പറേറ്റ് കാണാൻ പറ്റില്ല. ഇപ്പം മോഡേൺ ആയിട്ടുള്ള എല്ലാ റെഫ്രിജറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ബാക്കിലെ ഗ്രില്ല് കാണാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഉള്ള റെഫ്രിജറേറ്ററിനകത്തെല്ലാം ആ ഗ്രില്ല് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്. ഈ ട്യൂബ് എന്ന് പറയുന്നത് മെറ്റൽ ഷീറ്റിനകത്ത് മൗൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. മെറ്റൽ ഷീറ്റിനകത്ത് അറിയും. Tube and wire types are condenser tube held tightly under wire frame from both
സൈഡ്സ്. അപ്പൊ ഇതാണ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള സാധനം. ട്യൂബ് ആൻഡ് വയർ ടൈപ്പ് ആയിരിക്കും. ഒരു ഗ്രില്ലിനാണ്, ആ ഗ്രില്ലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ട്യൂബ് പാസ് ചെയ്ത് പോകുന്നതാണ്. അതാണ് നമ്മൾ ട്യൂബ് ആൻഡ് വയർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ജനറലി യൂസ്ഡ് ഇറ്റ് എ കാപ്പിലറി ട്യൂബ് ആയിരിക്കും. സോ ഡ്രയേഴ്സ് ആർ ദെയർ മേ ബി യൂസ്ഡ് ടു എലിമിനേറ്റ് ദ ട്രേസസ് ഓഫ് മോയ്സ്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. So I'm detailing about this is a pictorial representation of a domestic refrigerator. So here is the compressor I said, this is placed at the bottom side, and this is the evaporator which comes. Evaporator is placed where the extreme low pressure, low temperature required. എവിടെയാണോ നമുക്ക് ഏറ്റവും, അതായത് ആ സിസ്റ്റത്തിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എവിടെ വേണമോ അവിടെ ആയിരിക്കും നമ്മൾ ഇവാപറേറ്റർ പ്ലേസ് ചെയ്യുന്നത്. നോർമലി ദിസ് കംസ് ഇൻ ദ ഫ്രീസർ സെക്ഷൻ. നമുക്കറിയാം ഫ്രീസറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഈ ഒരു ക്യാബിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫ്രീസർ എന്ന് പറയുന്നത് ടോപ്പ് പൊസിഷനിലായിരിക്കും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. പിന്നീട് താഴോട്ട് വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടിയാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ബോട്ടം പോർഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ്. അവിടെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പിലേക്ക് പോകുന്നതനുസരിച്ച്, മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയും ഫ്രീസർ സെക്ഷനിൽ ഏറ്റവും ടോപ്പിലാണ്, അവിടെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ നോർമലി നമുക്ക് ഇതിനകത്ത് 2 ടൈപ്പ് രീതിയിലുള്ള കൂളിംഗ് അറേഞ്ച്മെന്റ് ആണ് കൊടുക്കുന്നത്. ഫോഴ്സ്ഡും കൊടുക്കാറുണ്ട്, നാച്ചുറലും കൊടുക്കാറുണ്ട്. നാച്ചുറൽ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള തന്നെ എയറിനായിരിക്കും നമ്മൾ നാച്ചുറലി സർക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം എയർ ഇവിടെ ഈ ഫ്രീസർ സെക്ഷനിൽ നിൽക്കുന്ന എയർ അവിടെ എക്സ്ട്രീം തണുത്ത കണ്ടീഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ഈ വരുന്ന എയർ അവിടെ നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് അതിന് ഡെൻസിറ്റി കൂടുകയും അത് താഴോട്ട് വരികയും ചെയ്യും. താഴോട്ട് ഫ്ലോ ചെയ്ത് വരികയും ആ ഫ്ലോ ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ സ്പേസിൽ നിന്നുള്ള ഹീറ്റ് എടുത്തുകൊണ്ട് ഇത് വീണ്ടും വാമപ്പ് ആവുകയും താഴെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വാമപ്പ് ആവുകയും വീണ്ടും താഴെ വരുമ്പോൾ കംപ്ലീറ്റ് വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് അതിന്റെ ഡെൻസിറ്റി കുറയുകയും വീണ്ടും അത് മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൺവെക്ഷൻ മെത്തേഡിലൂടെയാണ് സാധാരണ രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോഴ്സ്ഡ് ആയിട്ടും ചെയ്യാറുണ്ട്. കാര്യം ഇതിനകത്ത് എയർ ബ്ലോവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പം വരുന്ന സിസ്റ്റത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എയർ ബ്ലോവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫാൻ വഴി ഫോഴ്സ്ഡ് ആയിട്ടും എയറിനെ സർക്കുലേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. കാര്യം കൂടുതൽ റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് കംപ്രസർ എന്ന് പറയുന്ന പാർട്ട്. പിന്നെ കൺവേർഷൻ പാർട്ടും ഇവാപറേറ്റർ. സോ ദിസ് ഇസ് എക്സ്പാൻഷൻ ഡിവൈസ്. നോർമലി ഇറ്റ് ഈസ് യൂസ്ഡ് കാപ്പിലറി ട്യൂബ്, സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഹിയർ ഈസ് ദ വയർ ആൻഡ് ട്യൂബ് ടൈപ്പ് ഒരു കണ്ടൻസർ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. So in a household refrigerator, the tubes in the freezer compartment where heat is absorbed by the refrigerant serves as the evaporator. The coil behind the refrigerator where heat is dissipated to the kitchen or air serves as a condenser. So as we know that the evaporator comes inside the freezer and the condenser is placed outside the cabin. Today's refrigerator use much less energy as a result of using smaller and higher efficiency motors and compressors, better insulation materials, larger coil surface areas, and better dorsal size. So nowadays, day by day, we are improving the systems, mechanical devices, electronics devices, we are improving day by day. So ഇപ്പോൾ ഉള്ള സിസ്റ്റം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടോഴ്സും കംപ്രസേഴ്സും ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ the improvement made in several areas during the past 100 years in the household refrigerator. The basic vapor compression refrigeration cycle has remained unchanged. എന്തൊക്കെ സിസ്റ്റംസ് വന്നാലും ശരി, വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണ് ഇപ്പോഴും നമ്മൾ നോർമലി ഒരു ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഈസ് ഓപ്പറേഷൻ. Alternatives like absorbent refrigeration and thermoelectric refrigeration systems are currently more expensive and low efficiency. So നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണ് നമ്മളിപ്പം ത്രൂ ഔട്ട് ആയിട്ട് വേപ്പർ കംപ്രഷൻ ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിനകത്ത് ഓൾഡൻ ഡേയ്സ് മുതലേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം വേപ്പർ സിസ്റ്റം എന്ന് പറയുന്നത് വേപ്പർ കംപ്രഷൻ ഡിഫറൻസ് സിസ്റ്റമാണ്. ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് എക്സ്പെൻസീവ് ആണ്, ലെസ് എഫിഷ്യൻ്റ് ആയിട്ടാണ് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ് കോമൺലി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്രസർ യൂണിറ്റ് PPT മാറിയില്ല.
ഇപ്പൊ ഏതാ കാണുന്നത്? കമ്പോണൻസ് കാണുന്നത്, കംപ്രസർ, കണ്ടൻസർ. അതാണോ? ഇപ്പോഴും സെയിം ആണോ? സ്റ്റക്ക് ആയിരിക്കുകയാണോ? അതിന്റെ സ്റ്റക്കായിരിക്കുക. വേറെ ആർക്കെങ്കിലും സ്ക്രീനിൽ എന്താ ഇപ്പൊ കാണുന്നത്? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ആണോ കാണുന്നത്? ആപ്ലിക്കേഷൻ റെഫ്രിജറേഷൻ കാണുന്നത്, കണ്ടൻസ്. ഓക്കെ, ഒരു നിമിഷം. ഇപ്പോഴോ? സെയിം സാർ, അത് തന്നെ. ഒരു നിമിഷം. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഏതാ കാണുന്നത്? ആയില്ല സാർ. ഒന്നും കാണുന്നില്ല സാർ. സാർ കാണാം. ഇപ്പൊ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ വന്നിട്ടുണ്ടല്ലോ. സാർ. ഓക്കെ. അപ്പൊ നിങ്ങളത് ഇപ്പൊ തുടക്കമേ പറയണ്ടേത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡഡ് ആണ്, അത് നോക്കിയാൽ മതി. അപ്പോൾ ദിസ് ഇസ് ദ ഇവാപറേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവാപറേറ്റർ ആണ് ടോപ്പിൽ സർഫസിലായിരിക്കും എപ്പോഴും പ്ലേസ് ചെയ്തിരിക്കുന്നത്. കംപ്രസർ ബോട്ടം സൈഡ് ആണ്. സോ ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഡിവൈസ്. നോർമലി യൂസ് ചെയ്യുന്നത് കാപ്പിലറി ട്യൂബ്സ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് എ കണ്ടൻസർ. അതിനകത്ത് നമുക്കൊരു വയർ ആൻഡ് ട്യൂബ് ടൈപ്പാണ് കണ്ടൻസർ കാണാൻ പറ്റുന്നത്. സോ നാച്ചുറൽ കൺവെക്ഷൻ മെത്തേഡും ഫോഴ്സ്ഡ് കൺവെക്ഷൻ മെത്തേഡും സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഇപ്പം അലൗഡ് ആവുന്നത്. ഓക്കെ, so compressor used in domestic refrigerator is of reciprocating type and is of hermetically sealed, means compressors and electric motor are single unit enclosed in a container. So this will study this later in detail. അപ്പോൾ നമുക്ക് നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സ് എല്ലാം റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആയിരിക്കും, ഹെർമെറ്റിക്കലി സീൽഡ് ആയിരിക്കും. മീൻസ് ദാറ്റ് ദ കംപ്രസർ ആൻഡ് ദ ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ഡ്രൈവ് കൊടുക്കുന്നതെല്ലാം ഒറ്റ ഒരു കണ്ടെയ്നർ. നമുക്ക് നോക്കിയറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബക്കറ്റ് പോലെ ഒരു സാധനത്തിനകത്തായിരിക്കും കംപ്രസർ കാണുന്നത്. ഒരു കറുത്ത ബോഡിയാണ് അതിന് നോർമലി യൂസ് ചെയ്തത്. കറുത്തത് അല്ലെങ്കിൽ വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള നമ്മൾ ലാബിലൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ ദിസ് ഇസ് എ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് IMA പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അനദർ പിക്ചറിയൽ റെപ്രസെൻറ്റേഷൻ. നിങ്ങളുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ വർക്കിങ്ങും അതിന്റെ ഡീറ്റെയിൽസും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട ലേഔട്ട് ഇതാണ് കേട്ടോ. ഇത് വരയ്ക്കാം. ഇത് വരച്ചതിന് ശേഷം എങ്ങനെയാണ് ഒരു VCR സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് പറയാം, ഇവാപറേറ്റർ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം, കണ്ടൻസർ, കംപ്രസർ, റിസീവർ, ഡ്രയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുന്നത്. then this is evaporator. Evaporatorൽ നിന്ന് നമുക്ക് നേരെ എവിടെ വരുന്നു? Evaporator is placed in the ടോപ്പ് സൈഡ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൂളിംഗ് കൊടുക്കുന്നത്. സോ അവിടെ നിന്ന് നേരെ ഇവാപറേറ്ററിൽ നിന്ന് എക്സ്പാൻഡ് വേപ്പർ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ആ വേപ്പർ നേരെ അവിടെ അക്യുമുലേറ്ററിൽ വരുന്നു. അവിടുന്ന് സെക്ഷൻ ലൈൻ വഴി only vapor is submitted into the compressor, and from the compressor it is fed into the condenser unit where the condensation process takes place. കണ്ടൻസ് ചെയ്ത് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ലിക്വിഡ്. അവിടുന്ന് ലിക്വിഡ് മാത്രം നമ്മൾ എവിടെ വരുന്നു? കാപ്പിലറി ട്യൂബിലേക്ക് കൊണ്ടുവരുന്നു. കാപ്പിലറി ട്യൂബിൽ വെച്ചിട്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ്. ഈ ലൈൻ കാണിച്ചിരുന്നത് കാപ്പിലറി ട്യൂബിൻ്റെ ആണ് ഈ ലൈൻ കാണിക്കുന്നത്. അവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം, വെറ്റ് ട്യൂബിൽ നിന്ന്
ഡയമീറ്ററിന് വ്യത്യാസമുണ്ട് കാപ്പിലറി ട്യൂബിന്. അത് നേരെ വീണ്ടും ഇവാപറേറ്ററിലേക്ക് വരും. ഇങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ ബേസ്ഡ് ഓൺ ദ വേപ്പർ കംപ്രഷൻ reference system. So you draw this layout, explain the components, where it is being placed, types, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം വേപ്പർ കംപ്രഷൻ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, പാർട്സ് എന്ന് പറയുന്നത് ഇന്റേണൽ പാർട്സ് ഉണ്ട് നമുക്ക് വരുന്നത്. റെഫ്രിജറന്റ്, കംപ്രസർ, കണ്ടൻസർ. ഐ എം എക്സ്പ്ലെയിനിങ് ദ തിങ്സ് again and again. Expansion valve of the capillary tube, evaporator or chiller or freezer. അപ്പം ഈ ടേംസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കണം. അതെല്ലാം ഉണ്ടെങ്കിൽ മാർക്കിനനുസരിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. ഡ്രയർ എന്തിനാന്ന് പറയുന്നത്, സോ ബിറ്റ്വീൻ റിസീവർ ആൻഡ് ദ ഇവാപറേറ്റർ ടു എലിമിനേറ്റ് ദ ട്രേസസ് ഓഫ് മോയ്സ്ചർ. ഏതെങ്കിലും രീതിയിലുള്ള മോയ്സ്ചറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രയർ പ്ലേസ് ചെയ്യുന്നത്. അത് പ്ലേസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ബിറ്റ്വീൻ ദ റിസീവർ ആൻഡ് ദ ഇവാപറേറ്റർ ലൈനാണ്. സോ ടെമ്പറേച്ചർ ടു കൺട്രോൾ ഡിവൈസ് ഓർ തെർമോസ്റ്റാറ്റ്. നമുക്കറിയാം ഒരു കാരണവശാലും ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആയാലും ശരി, എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ആയാലും ശരി, അത് ത്രൂ ഔട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് അല്ല. അതായത് നമുക്ക് സപ്പോസ് നമുക്കൊരു 4 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യും ഏത് ടെമ്പറേച്ചർ ലിമിറ്റ്സിനകത്താണ് ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ 4 ഡിഗ്രി സെൽഷ്യസ് ടു 16 ഡിഗ്രി സെൽഷ്യസിനിടയിൽ നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസും വരാം. അപ്പോൾ ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെറുതെ നമ്മളുടെ വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഇറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രം 30 ഡിഗ്രി സെൽഷ്യസ് അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദ ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് റെഡ്യൂസിങ് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ പ്രസൻസിൽ. അത് കുറഞ്ഞ് എപ്പോഴാണോ 4 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത്, 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് വി യൂസ് ദ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസസ് ഇൻ ദ സിസ്റ്റം. ആ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഓർ മെക്കാനിക്കൽ ആയിട്ടുള്ള ഡിവൈസസ് ആയിരിക്കും. ആ ഡിവൈസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ കട്ട് ഔട്ട് ദ റിലേ ടു ദ കംപ്രസർ. കംപ്രസറിലേക്ക് പോകുന്ന ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്യും. ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വൺസ് ഇറ്റ് റീച്ചസ് ടു ദ 4 ഡിഗ്രി സെൽഷ്യസ്, ഞാൻ പറഞ്ഞ ലിമിറ്റ് ആണ്, ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റ് ആണ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കംപ്രസറിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കംപ്രസർ ഓടത്തില്ല, റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. പിന്നീട് എന്ത് ചെയ്യും, ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടി വരും, 1 by 1 ആയിട്ട് ഇങ്ങനെ കൂടി വന്നിട്ട് ഇപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ്. ആ 16 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസസ് റിലേ വീണ്ടും സപ്ലൈ ചെയ്യും അല്ലെങ്കിൽ വീണ്ടും ഓൺ ചെയ്യും. അപ്പോഴത്തേക്ക് കംപ്രസർ വീണ്ടും ഓൺ ആവും. വീണ്ടും കംപ്രസർ റൺ ചെയ്യും. കംപ്രസർ റൺ ചെയ്യുമ്പോഴത്തേക്ക് ദ ടെമ്പറേച്ചർ വീണ്ടും എന്ത് ചെയ്യും, ഫോളോ ചെയ്യും ഫ്രം 16 to 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസസ് വീണ്ടും സപ്ലൈ കട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നില്ല. defrost system എന്ന് പറയുന്നത്, defrost systems of the refrigerator helps removing the excess ice from the surface of the evaporator. നമുക്ക് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇപ്പൊ നമ്മളിതൊന്നും കാണാറില്ല ഈ പുതിയ സിസ്റ്റംസിനകത്തൊന്നും. അതായത് പണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീസറൊക്കെ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഐസ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് ഐസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇതിനകത്തൊരു ഡീഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടാകും. അതെന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇവാപറേറ്ററിലെ പാനലിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഹീറ്റിംഗ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കലായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തം വെള്ളമായിട്ട് നമുക്ക് ആ റെഫ്രിജറേറ്ററിന്റെ ബാക്കിൽ നമുക്ക് അത് എടുത്ത് കളയായിരുന്നു. അങ്ങനെ ചെയ്യാതെ പണ്ട് സിസ്റ്റത്തിനകത്ത്. ഇപ്പോൾ പറയുന്ന ഡിഫ്രോസ്റ്റ് സിസ്റ്റംസ് കൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് അത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനകത്തൊന്നും നമുക്ക് എന്തുണ്ടാവത്തില്ല, ഇങ്ങനെയുള്ള ചോക്കിങ്സ് ഉണ്ടാവില്ല. നോർമലി അത് ഡിഫ്രോസ്റ്റ് സിസ്റ്റംസ് എല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്, രീതിയിലായിരിക്കും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. And we have the unit called starting relay. It is used to provide the necessary starting torque required to start the motor. നമുക്കറിയാം കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ പവർ എന്ന് പറയുന്നത് ഫ്രം ദ മോട്ടറാണ്. ഈ മോട്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ടോർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് റിലേയുടെ ഫംഗ്ഷൻ. ദെൻ വി ഹാവ് ദ ഓവർലോഡ് പ്രൊട്ടക്ടേഴ്സ്. കാര്യം സിസ്റ്റത്തിനകത്ത് ഒരു രീതിയിലുള്ള ഓവർലോഡ് കാര്യങ്ങളും വരാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കംപ്രസർ ഷട്ട് ഡൗൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വി ഹാവ് ദ ഓവർലോഡ് പ്രൊട്ടക്ടേഴ്സ് ടു പ്രൊട്ടക്ട് ദ കംപ്രസർ മോട്ടോർ വൈൻഡിങ്സ് ഫ്രം ഡാമേജ് ഡ്യൂ ടു എക്സസീവ് കറണ്ട്. ഇത് മാത്രമല്ല പല രീതിയിലുള്ള ഓവർലോഡ് കാര്യങ്ങളും വരാം. അതിനെല്ലാം അങ്ങനെ വരുന്ന സിറ്റുവേഷനിനകത്ത് അത് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കംപ്രസറാണ് നമ്മൾ ഇതിനകത്ത് ഓഫ് ചെയ്യുന്നത്.
അപ്പോഴത്തേക്ക് സിസ്റ്റം സേഫ് ആവും. Primary function of refrigerator is to provide food storage space maintained at low temperature for the preservation of food. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെഫ്രിജറേറ്ററിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ഫുഡ് ആണ്. ദേ ആർ യൂഷ്വലി സ്പെസിഫൈഡ് ബൈ ദ ഇന്റേണൽ ഗ്രോസ് വോളിയം ആൻഡ് ഡീപ് ഫ്രീസർ വോളിയം. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഐമെയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രോസ് വോളിയം എന്തെന്നും എന്താണ് ഫ്രീസർ വോളിയം എന്നൊക്കെ ഉള്ളത്. The specified external dimensions a refrigerator is designed to have maximum food storage volume, minimum energy consumption and the lowest possible cost to the consumer. അപ്പം ഈ ഒരു 3 ആസ്പെക്ട്സിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും ഒരു റെഫ്രിജറേറ്റർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. സോ വി ഹാവ് ടു പ്രൊവൈഡ് ദ മാക്സിമം ഫുഡ് സ്റ്റോറേജ് കണ്ടീഷൻസ്, energy consumption should be less and overall the possible lowest cost for the consumer. Refrigerants used in the R12 or R22 or 134 based on the conditions. A household refrigerator is designed to maintain the freezer section as minus 18 degrees Celsius to remember. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്രീസർ സെക്ഷൻ എന്ന് പറയുന്നത് -18 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ നോർമലി ഒരു ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്ററിനകത്ത് ഡിസൈൻ ചെയ്തത്. ആൻഡ് ദ റെഫ്രിജറേഷൻ സെക്ഷൻ അറ്റ് 3 ഡിഗ്രി സെൽഷ്യസ്. Lower freezer temperature increases energy consumption without improving the storage life of food frozen significantly. So we have to maintain the temperature based on the conditions. അതിനകത്ത് നിർത്തുക, അല്ലാതെ ഒരുപാട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തിട്ടും കാര്യമല്ല. കാര്യം നമ്മുടെ എന്താണോ നമ്മളുടെ റിക്വയർഡ് കണ്ടീഷൻ, നമ്മൾ ഫുഡ് സ്റ്റോറേജ് ആണ് നോക്കുക. അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഫുഡൊക്കെയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, അതിന് എത്രത്തോളം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോസ്റ്റ് ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ നോർമലി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്ന സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ഫുഡ് എടുത്ത് വെക്കും. അപ്പോൾ നമുക്കറിയാം ഓരോ ഫുഡിനും വേണ്ട അത് കീപ്പ് ചെയ്യേണ്ട ലോസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് ഫേസ് ചെയ്തിട്ടുള്ള ആ ക്യാബിൻ സെക്ഷനിൽ വെച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫുഡിനെ നമ്മൾ വിചാരിക്കുന്ന എന്താ പ്രിസർവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് നമ്മൾ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന് ഫുഡ് പ്രിസർവേഷൻ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അത് വേറെ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. The freezer provides bottom portion is more energy efficient since warm air rises the top freezer refrigerator uses more power to keep the temperature cooler. അപ്പോൾ നമുക്കറിയാം എപ്പോഴും എന്ന് പറയുന്നത് താഴെ ഫ്രീസർ സെക്ഷനിലാണ് എപ്പോഴും എന്ത് നടക്കുന്നത്, റെഫ്രിജറേഷൻ പർപ്പസ് നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക, പവർ കൺസപ്ഷൻ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. താഴോട്ട് വരുന്നതിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നാച്ചുറലി കൺവെക്ഷൻ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നമുക്ക് കൺസിഡറബിളി ഒരു പവർ കൺസപ്ഷൻ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു എന്താ പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ പക്ഷേ എൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ ബേസ് ആയിരിക്കും ഓവറോൾ സിസ്റ്റം പെർഫോം ചെയ്യുന്നത്. ഇതിന് 2 സെക്ഷനാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സെഷനും ലോവർ സെഷനും പറയണമെന്നാൽ ലോവർ സെഷനായിരിക്കും കൺസപ്ഷൻ കുറവെന്നത്. Different temperatures for the storage of specific food can be maintained in the refrigeration by using special purpose compartments. നമുക്കറിയാം ഇതിനകത്ത് ഓരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ കമ്പാർട്ട്മെന്റ്സിലും അതായത് ടൈപ്പിലുള്ള ഫുഡ്സ് വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. Practically all full size refrigerators have a large airtight drawer for leaf vegetables and fresh fruits to seal in moisture and to protect them from the drying effort to cool air circulating in the refrigerator. നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും ഫ്രിഡ്ജിനകത്ത് നമുക്ക് കാണാറുണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ്. അവിടെ നമ്മളുടെ ആ ഫുഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആയിരിക്കും ആ ഒരു സ്മാർട്ട് റെഫ്രിജറേറ്റർ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ കൺട്രോൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റംസ് ഉണ്ട്. ഓവർലോഡ് പ്രൊട്ടക്ടേഴ്സ് ആണ് നമുക്ക് ഇതിനെ നെർണറി പറയുന്ന കാര്യം. ഈ ഒരു സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസറിനകത്ത് വരുന്ന എക്സസീവ് ആയിട്ടുള്ള ലോഡ്സ് എന്ത് വന്നാലും അത് കംപ്രസർ മോട്ടോർ വൈൻഡിങ്സിന്, കംപ്രസറിനെ അല്ല മോട്ടോർ വൈൻഡിങ്സിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കംപ്രസർ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മോട്ടറാണ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 സിസ്റ്റംസ് ആണ് സ്റ്റാർട്ടിംഗ് റിലേ, ഓവർലോഡ് പ്രൊട്ടക്ടർ ആൻഡ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 3 സിസ്റ്റംസ് വെച്ചിട്ട് ഈ 3ൻ്റെയും ഫംഗ്ഷൻ ഒന്നാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഓവർലോഡ് കണ്ടീഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മോട്ടർ ഷട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ കംപ്രസർ ഷട്ട് ഡൗൺ ചെയ്യുക. ഇത് 3ൻ്റെയും ഫംഗ്ഷൻ അത് തന്നെയാണ്. സ്റ്റാർട്ടിംഗ് റിലേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കംപ്രസറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇനിഷ്യൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് റിലേയുടെ ഫംഗ്ഷൻ.
ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഹീറ്റ് സോഴ്സസോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ കംപ്രസറിനെ ഷട്ട് ഡൗൺ ചെയ്യാന്നുള്ളതാണ് ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ ഫംഗ്ഷൻ. തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ്ഡ് ഓൺ ദിസ് ദ എൻറ്റയർ സിസ്റ്റം ഓപ്പറേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ലോസ്റ്റ് ഇപ്പം നമുക്കറിയാം -16 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ -16 3 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ വെച്ചിട്ട് മാത്രം സിസ്റ്റത്തിന് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തെർമോസ്റ്റാറ്റ്. ഇനി ഏതെങ്കിലും രീതിയിൽ എക്സസ് ആയിട്ടുള്ള ലോഡ് വരുമെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ മൂന്നിന്റെയും ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് തന്നിട്ട് ഞാൻ അതെന്താണെന്ന് ആ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റാർട്ടിംഗ് റിലേ എന്ന് പറയുമ്പോഴത്തേക്ക് ദ സ്റ്റാർട്ടിംഗ് റിലേ ഈസ് യൂസ് ടു പ്രൊവൈഡ് ദ നെസസറി സ്റ്റാർട്ടിംഗ് ടോർക്ക് റിക്വയർഡ് ടു സ്റ്റാർട്ട് ദ മോട്ടർ. അപ്പം സ്റ്റാർട്ടിംഗ് റിലേ എന്ന് പറയുന്നത് നമുക്കുള്ള മോട്ടറിന് ഒരു ഇനീഷ്യൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് റിലേ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡിസ്കണക്ട് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഓഫ് ദ മോട്ടർ വെൻ ദ മോട്ടർ speed increases. If the motor speed increases to an excessive level, what happens is the starting relay will disconnect the supply to the starting winding. അപ്പം ഇതും കൂടെ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് റിലേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടറിന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൂടാതെ തന്നെ മോട്ടറിന്റെ സ്പീഡ് എക്സസീവ് ആകുമ്പോഴത്തേക്ക് അതിനെ ഡിസ്കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ടിംഗ് റിലേ യൂസ് ചെയ്യുന്നുണ്ട്. When the compressor motor is to be started, the thermostat is in the closed position. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ തെർമോസ്റ്റാറ്റ്. ഇതാണ് തെർമോസ്റ്റാറ്റ്. ഈ തെർമോസ്റ്റാറ്റ് എപ്പോഴും ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും. അതായത് ഈ ലൈൻ എന്തായാലും ഇതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഈ റൂട്ട് ക്ലിയർ ആവത്തുള്ളൂ, ഇതിനൊരു പാസേജ് ഉണ്ടാവത്തുള്ളൂ. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് തെർമോസ്റ്റാറ്റ്. സ്റ്റാർട്ടിംഗ് റിലേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്. അപ്പം നമുക്കറിയാം ഒരു റെഫ്രിജറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം നോർമൽ കണ്ടീഷനിലായിരിക്കും, നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും. നോർമൽ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ സീറ്റഡ് ആയിരിക്കും. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തൂടെ സപ്ലൈ കൊടുക്കും. അതായത് ഈ ലൈൻ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലൈനും ക്ലോസ്ഡ് ആയിരിക്കും എക്സ്പെക്ട് ദിസ് ആർമേച്ചർ. അതായത് ഇവിടുത്തെ കോയിലിങ്ങിനുള്ള ഈ ആർമേച്ചർ ലൈൻ ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വൈൻഡിങ്ങിനകത്ത് കൊടുക്കുന്ന കറണ്ട് നേരെ സപ്ലൈ വരുന്ന റണ്ണിങ് വൈൻഡിങ്ങിലേക്കും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലേക്കും വരും. അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് വരും. ഓക്കെ, അതായത് റണ്ണിങ് വൈൻഡിങ്ങിനോട് കയറി ഇതാണ്ട് ഈ കോയിലിനകത്തൂടെ കയറി നേരെ ഇവിടെ വരും, ഈ ഒരു പോയിന്റ് വന്ന് നിൽക്കും സ്റ്റാർട്ടിങ് വൈൻഡിനും. ഇവിടെ ഈ ജംഗ്ഷനിൽ വരെ കറണ്ട് ഉണ്ട്. ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ എന്താ തരത്തില അവിടെ നമ്മുടെ പാസേജില്ല, പക്ഷേ സപ്ലൈ ഇത് വഴി വരും റണ്ണിങ് വൈൻഡിങ് വഴി ഈ കോയിൽ കൂടെ കയറി, അതായത് സ്റ്റാർട്ടിംഗ് റിലേ കോയിൽ കൂടെ കയറി ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, സോ ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും മോട്ടർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തോളൂ. ഓക്കെ, so when the electric supply is given, an electric current passes through the running winding of the motor and the starting relay. നേരത്തെ പറഞ്ഞതുപോലെ റണ്ണിങ് വൈൻഡിങ്ങിലൂടെയും സ്റ്റാർട്ടിംഗ് വൈൻഡിലൂടെയും സപ്ലൈ വരെയും due to the flow of electric current through the relay coil and due to the electromagnetism, its armature is pulled, thereby closing the starting winding contacts. എങ്ങനെയാണ് അവിടെ ക്ലോസിങ് ഉണ്ടാകുന്നത്? അതായത് ഈ കോയിലിനകത്തോടെ നമ്മളുടെ സപ്ലൈ പാസ് ചെയ്ത് പോകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിസം വഴി എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫീൽഡ് ഫോം ചെയ്യും. ആ ഫീൽഡ് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഈ ആർമേച്ചർ മുകളിലോട്ട് ലിഫ്റ്റ് ആവും. മുകളിലോട്ട് ലിഫ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വന്ന് എൻഗേജ്ഡ് ആവും. എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്ക് ഇത് ഓണായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് വൈൻഡും ഈ കംപ്ലീറ്റ് യൂണിറ്റും ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മോട്ടർ സ്റ്റാർട്ട് ചെയ്യും. The current through starting wind provides the starting torque and the motor starts. As the motor speed increases, the running winding current decreases. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ കൂടുതൽ മോട്ടോർ ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റണ്ണിങ് വൈൻഡിനകത്തൂടെ പോകുന്ന കറണ്ട് കുറയുകയും ചെയ്യും. റണ്ണിങ് വൈൻഡിനകത്തൂടെ പോകുന്ന കറണ്ട് കുറയും, ഇതിനോടെ പോകുന്ന കറണ്ട് കുറയുകയും ഈ ആർമേച്ചറിനെ ഇപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിസം വഴി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കറണ്ട് കുറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആർമേച്ചർ നേരത്തെ വന്ന പോലെ ആദ്യത്തെ പൊസിഷനിലേക്ക് അത് ഫോളോ ചെയ്യും. The current in the starting relay is no longer able to hold the relay and it gets released, thereby opening the starting winding contacts, and thus the starting wires get disconnected and the motor off out. ഇതാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുന്നതാണ് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം. ഓക്കെ, the next one is the overload protector. Overload protector function എന്ന് പറയുന്നത് protect is to protect the compressor motor winding from
damage due to excessive current in the event of overloading due to some fault in the ഇലക്ട്രിക് സർക്യൂട്ട്. ഏതെങ്കിലും രീതിയിൽ ഇലക്ട്രിക് ആയിട്ടുള്ള ഏതെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെയിലേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്രസർ മോട്ടോർ വൈൻഡിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ യൂണിറ്റ് ആവുന്നത്. ഇതിനകത്തൊരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട്. ആ ഹീറ്റിംഗ് എലമെന്റ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിലേക്കാണ്. അതായത് എക്സസീവ് ആയിട്ട് ഹീറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഹീറ്റർ എലമെന്റ് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ജംഗ്ഷനിലാണ്, അല്ലെങ്കിൽ ഈ ഹീറ്റർ എലമെന്റിനകത്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് എന്ന് പറയുന്നത് കംപ്രസർ, ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കംപ്രസറിന്റെ അടുത്തായിരിക്കും, കംപ്രസറിന്റെ മുകളിലായിരിക്കും. അപ്പം കംപ്രസർ എക്സസീവ് ആയിട്ട് ഹീറ്റ് ആവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ആയിട്ട് ഏതെങ്കിലും ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജോ കാരണം ഏതെങ്കിലും രീതിയിൽ ഹീറ്റ് ആവുകയോ ചെയ്യുമ്പോഴത്തേക്കും ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്തെയും ഹീറ്റ് ആവും. ഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് അത് ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് ഇവിടെ ബ്രേക്ക് ആവും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കംപ്രസർ ഓഫ് ആവും. ഇതാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ ചെയ്യുന്നത്. അതാണ് ഞാൻ ഡീറ്റെയിൽസ് വായിക്കാൻ പോകുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബൈമെറ്റാലിക് സ്ട്രിപ്പ്. ഡ്യൂറിംഗ് ദ നോർമൽ വർക്കിംഗ് ഓഫ് ദ കംപ്രസർ ദ കോണ്ടാക്ട്സ് ആർ ക്ലോസ്ഡ്. നേരത്തെ പറഞ്ഞാൽ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ആയിരിക്കും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Whenever there is an abnormal behavior, that is overheating, overcurrent due to the fault of overload, the bimetallic strips get heated and bends, thereby opening the motor contacts and de-energizing it. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പിനകത്തോട്ട് ഏതെങ്കിലും രീതിയിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അത് ബെൻഡ് ആവുകയും ഈ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ആ ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തില്ല, മോട്ടറിലേക്ക് സപ്ലൈ പോകത്തില്ല. ദ ഓവർലോഡ് പ്രൊട്ടക്ടർ ഈസ് ഫിറ്റഡ് ഓൺ ദ ബോഡി ഓഫ് ദ കംപ്രസർ ആൻഡ് ഓപ്പറേറ്റ്സ് ഡ്യൂ ടു ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ വെൻ കറന്റ് പാസസ് ത്രൂ ദ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ആൻഡ് ദ ഹീറ്റർ എലമെന്റ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ കംപ്രസർ ബോഡി. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഹീറ്റ് ആവാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ്, ഇലക്ട്രിക് ഫെയിലുവേഴ്സ് കൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ കംപ്രസർ ഏതെങ്കിലും രീതിയിൽ ഹീറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ. ഈ രണ്ട് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ബയോമെറ്റാലിക് സ്ട്രിപ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ദിസ് യൂണിറ്റ്, the overload protector, is placed fitted on the body of the compressor. The abnormal behavior of the compressor may be due to low voltage, high load, low suction pressure, high suction and discharge pressure. ഇതിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ചോദിക്കാം, ഏതൊക്കെയാണ് ഈ ഓവർലോഡ് പ്രൊട്ടക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്. ലോ വോൾട്ടേജ്, ഹൈ ലോഡ്. ഹൈ ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഈ സിസ്റ്റത്തിനകത്ത് എടുത്ത് വയ്ക്കുകയാണെന്നില്ല, അത് ലോഡ് കൂടും. അങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യും, ബയോമെറ്റാലിക് സ്ട്രിപ്പ് അല്ലെങ്കിൽ കംപ്രസർ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. കംപ്രസർ കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബോഡി ഭയങ്കരമായിട്ട് ചൂടാവുകയും വൈൻഡിങ്സിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സപ്പോസ് നിങ്ങൾ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് നിങ്ങളിപ്പം മോട്ടർ നമ്മൾ ടാങ്കിലേക്കുള്ള മോട്ടർ ഓൺ ചെയ്തിട്ട് നിങ്ങൾ മറന്നു പോയെന്ന് വെച്ചാൽ അത് കുറേ നേരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വൈൻഡിങ്സ് കത്തിപ്പോകും. അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഹീറ്റ് ആയതുകൊണ്ടാണ്. അപ്പം അതേപോലെ തന്നെയാണ് ഇതിനകത്തുള്ള മോട്ടറിൻ്റെയും വൈൻഡിങ്സ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഓവർലോഡ് വരികയാണെങ്കിൽ. നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ -18 3 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു സാധനം എടുത്ത് വെക്കുകയാണ്, ഈ സിസ്റ്റത്തിനകത്ത് കംപ്രസർ എത്ര നേരം ഓടിയിട്ട് -16 എത്തുന്നില്ല, കാര്യം അത്രയ്ക്ക് സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനകത്തൂടെയുള്ള സർക്കുലേഷൻസ് കറക്റ്റ് ആവുന്നില്ല. അത്രയും സാധനങ്ങൾ എയർ പാക്കിങ് ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എയർ ഫ്ലോ ചെയ്ത് പോകില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതെ ഇത് -18 ഡിഗ്രി സെൽഷ്യസ് എത്തത്തില്ല. അത്രയും നേരം കംപ്രസർ ഇങ്ങനെ നടന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വൈൻഡിങ്സ് ചൂടാവുകയും അത് ബ്രേക്ക് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഹീറ്റ് എവിടെ വരുന്നത്, നേരെ വരുന്നത് കംപ്രസറിന്റെ ബോഡിയിലായിരിക്കും. ഈ ടെമ്പറേച്ചർ വെച്ചിട്ട് ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഓപ്പറേറ്റ് ആവുകയും അങ്ങനെ ആണ് ഓവർലോഡ് പ്രൊട്ടക്ടർ കംപ്രസറിനെ നമ്മൾ ഓവർലോഡ് പ്രൊട്ടക്ടർ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ? Is it clear? Yes, sir. ഓക്കെ, മൂന്നാമത്തെ പറയുന്നത് തെർമോസ്റ്റാറ്റ് ആണ്. തെർമോസ്റ്റാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുകയും സർക്യൂട്ടിനെ ഓൺ ആക്കുകയും ചെയ്യുന്നത് കട്ട് ഓഫ് കട്ട് ഇൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് എ തെർമോസ്റ്റാറ്റ് ബൾബ് ഉണ്ട്. ഈ തെർമോസ്റ്റാറ്റ് ബൾബിനകത്ത് നമ്മൾ ഏത് റെഫ്രിജറൻ്റ് ആണോ നമ്മളെ സിസ്റ്റത്തിൽ ഉള്ളത് ആ റെഫ്രിജറൻ്റ് ആയിരിക്കും അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഇത് ഫില്ല് ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് ഒരു ബെല്ലോയ്ക്കകത്താണ്. ബെല്ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇങ്ങനെ ചുരുങ്ങുകയും കംപ്രസ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുന്ന സാധനമാണ് ബെല്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡിലായിട്ടാണ് നമ്മുടെ ഈ തെർമോസ്റ്റാറ്റിൻ്റെ സർക്യൂട്ട് വരുന്നത്.
അപ്പൊ ഈ ബെല്ലോ പ്രസ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുന്നത്, അപ്പൊ കംപ്രസിങ് എക്സ്പാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് ലിഫ്റ്റ് ആവുകയും ഈ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് സർക്യൂട്ടിൽ വന്ന് ഫോളോ ചെയ്യുകയും ഇത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനകത്തുള്ള ഇവാപറേറ്റർ, ഈ റെഫ്രിജറന്റ് അത് ലിക്വിഡ് ആവുകയും വേപ്പർ ആവുകയും ചെയ്യും. ലിക്വിഡ് ആവുന്ന സമയത്ത് ഇത് കംപ്രസ് ആവും. ലിക്വിഡ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ലിക്വിഡ് ആവുന്നത്, എക്സ്ട്രീമിൽ തണുപ്പാവുന്ന സമയത്ത് ലിക്വിഡ് ആവും. അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച ടെമ്പറേച്ചർ എത്തി എന്നാണ് അർത്ഥം. അങ്ങനെ ലിക്വിഡ് ആയി കഴിയുന്ന ഉടനെ എന്ത് ചെയ്യും, ഇത് കംപ്രസ് ആവുകയും സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള റെഫ്രിജറന്റ് പതുക്കെ വേപ്പറായി മാറാൻ ശ്രമിക്കും. വേപ്പറായി മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അത് ഫോളോ ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാനിത് പറഞ്ഞു നിർത്താനാണിത്. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. Thermostat എന്ന് പറയുന്നത്, it is used to control the temperature in the refrigerator. The bulb of the thermostat is clamped to the evaporator or the freezer. The thermostat bulb is charged with a few drops of the refrigerant that we use. നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് തന്നെയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. The thermostat can be set to maintain different temperatures at a time. എന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും തെർമോസ്റ്റാറ്റിനകത്ത് ഏത് രീതിയിലും നമുക്ക് എത്ര ടെമ്പറേച്ചറിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ടെമ്പറേച്ചറിൽ ഇത് ഓഫ് ആക്കണം എന്നൊക്കെ നമുക്ക് തെർമോസ്റ്റാറ്റിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇലക്ട്രോണിക് പാർട്ടായിട്ട് വരുന്നത്. When the desired temperature is obtained, the bulb of the thermostat senses it. The liquid in it compresses and operates bellows. Means that ഞാൻ പറഞ്ഞ കംപ്രസ് എക്സ്പാൻഡ് ചെയ്യുന്ന ബെല്ലോസ് ഉണ്ടല്ലോ, അത് ഓപ്പറേറ്റ് ചെയ്യും. അതായത് വെച്ചാൽ എപ്പോഴാണോ നമ്മുടെ ഡിസൈഡ് ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ലിക്വിഡ് കംപ്രസ് ആവുകയും ഈ ബെല്ലോസ് ഓപ്പറേറ്റ് ചെയ്യും. തെർമോസ്റ്റാറ്റ് ഓപ്പൺസ് ദ കംപ്രസർ മോട്ടർ കോൺടാക്ട്സ്. The temperature at which compressor motor stops is called cutout temperature. So this should be remembered. എന്താണ് cutout temperature എന്ന് പറയുന്നത്? കംപ്രസർ മോട്ടർ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ കട്ടൗട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 3 ഡിഗ്രി സെൽഷ്യസ്, അതാണ് കട്ടൗട്ട് ടെമ്പറേച്ചർ. എപ്പോഴാണ് സിസ്റ്റത്തിനകത്ത് 3 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്, ആ സമയത്ത് കംപ്രസർ ഓഫ് ആണ്. അതിനാണ് നമ്മൾ കട്ടൗട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. When the temperature increases, the liquid in the bulb expands, thereby closing the bellow contacts of the compressor motor. അപ്പോൾ എപ്പോഴാണ് ടെമ്പറേച്ചർ വീണ്ടും കൂടി വരുന്ന സമയത്ത്, കട്ടൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ -18 ഡിഗ്രി സെൽഷ്യസ്, 18 ഡിഗ്രി സെൽഷ്യസ് എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ റിക്വയർഡ് ടെമ്പറേച്ചർ ഫോൾ ചെയ്തു, അത്രയും കുറഞ്ഞെത്തി. ആ സമയത്ത് കംപ്രസർ ഓഫ് ആണ്. പിന്നെയും കംപ്രസർ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ താഴെ പോകും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ കംപ്രസർ ഓഫ് ആവും. അതിനെയാണ് നമ്മൾ കട്ടൗട്ട് ടൈം എന്ന് പറയുന്നത്. When the temperature increases, -18 നിന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് വരുന്ന സമയത്ത് the bulb expands, thereby closing the bellow contacts of the compressor motor. എപ്പോഴാണ് ഒരു 3 ഡിഗ്രി ഒക്കെ എത്തുന്ന സമയത്ത്, ഞാൻ ആ റേഞ്ച് ആണ് പറയുന്നത്, -18 3 ഡിഗ്രി സെൽഷ്യസ്. ഓപ്പറേറ്റ് ചെയ്യുകയും അത് ഷോർട്ട് ആവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് വീണ്ടും എന്ത് ചെയ്യും, കംപ്രസർ സ്റ്റാർട്ട് ആവും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ കംപ്രസർ മോഡ് സ്റ്റാർട്ട് ഈസ് കോൾഡ് കട്ടിംഗ് ടെമ്പറേച്ചർ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 3 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്താ പറയുന്നത്, കട്ടിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കംപ്രസർ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. A thermostat is very crucial in operation of the refrigerator, as the running time of the compressor is reduced considerably, thereby cutting the operation cost as well as enhancing the compressor life due to non-continuous വർക്കിംഗ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ഒരു കംപ്രസറിനെ നമ്മൾ പ്രോപ്പർ ടൈമിൽ കട്ടിനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ കടന്ന് ഓടുകയും അതിൻ്റെ ലൈഫ് കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ റണ്ണിങ് കോസ്റ്റ് കൂടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു റെഫ്രിജറേറ്റർ കൺട്രോൾ സിസ്റ്റംസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വാട്ടർ കൂളറുമായിട്ട് പറഞ്ഞുതരാം നാളെ. ഓക്കെ, ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. Hope you understood it. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.